സംസ്ഥാനത്തെ കായിക മേഖലയിൽ പ്രൊഫഷണലിസത്തിന്റെ മറ്റൊരു പതിപ്പാകാൻ കേരള ക്രിക്കറ്റ് ലീഗിന് കൂടി വരുന്നു. ക്രിക്കറ്റ് പ്രതിഭകൾക്ക് കൂടുതൽ ശ്രദ്ധയും അവസരവും നേടാനുള്ള സാധ്യതകൾക്കാണ് KCL-ലൂടെ വഴി തുറക്കുന്നത്. ശാലിനിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ശാലിനി, കായിക മേഖലയിൽ കൂടുതൽ കുതിപ്പിലേക്ക് കേരളം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് KCL-ൽ നിന്ന് വ്യക്തമാകുന്നതും. എപ്പോഴായിരിക്കും ഇതിൻ്റെ മറ്റു പരിപാടികളൊക്കെ? രജനി, വീണ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സുപ്രധാന നിമിഷങ്ങളിലൂടെയാണ് KCL കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കേരള ക്രിക്കറ്റ് ലീഗിന് 2-ാം തീയതി സെപ്റ്റംബർ 2-ന് ഔദ്യോഗികമായി തുടക്കമാക്കാൻ പോവുകയാണ്. തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് 6 ടീമിന്റെ ക്യാപ്റ്റനുകളെയും ഒപ്പം തന്നെ ടീം അംഗങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ചടങ്ങുകൾ നടന്നത്. ഇന്ന് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ചിങ്, KCL-ന്റെ ഔദ്യോഗിക ലോഞ്ചിങ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. നടൻ ഒപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധകർ കൂടി ആരാധിക്കുന്ന കൂടിയായ മോഹൻലാലാണ് KCL-ന്റെ ബ്രാൻഡ് അംബാസിഡർ. KCL ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ഔദ്യോഗികമായി ഇന്ന് ഇതിന്റെ ഗ്രാൻഡ് ലോഞ്ച് നിർവഹിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ടീം ക്യാപ്റ്റന്മാരെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. KCL-യുടെ ഭാരവാഹികൾ ഈ ചടങ്ങിന് ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല, എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ KCL-ന്റെ ഈ ഔദ്യോഗിക ലോഞ്ചിങ്ങോടുകൂടി നമുക്ക് ചിത്രം തെളിയുകയും ചെയ്യും. 2-ാം തീയതി മുതലാണ് ഔദ്യോഗികമായി മാച്ചുകൾ തുടങ്ങാൻ പോകുന്നത്. 2 മുതൽ 18 വരെയാണ് മത്സരങ്ങൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2:45-നും വൈകിട്ട് 6:45-നും വീതം 2 മത്സരങ്ങളാണ് പ്രതിദിനം നടക്കാൻ പോകുന്നത്. 17-ാം തീയതി ആദ്യ ക്വാർട്ടർ സെമി ഫൈനൽ നടക്കും. അതിനുശേഷം 17-ന് തന്നെ വൈകിട്ടോടുകൂടി 2-ാമത്തെ സെമി ഫൈനൽ നടക്കും. 18-ാം തീയതിയാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുകയും ചെയ്തത്. മറ്റ് മിക്ക സംസ്ഥാനങ്ങൾക്കും സ്വന്തമായിട്ടൊരു ക്രിക്കറ്റ് ലീഗ് അവർ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളം അതിൽ വൈകിപ്പോയി എന്നുള്ളൊരു വിഷമവും ആശങ്കയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ KCL ഭാരവാഹികളും ഒപ്പം തന്നെ KCL-ന്റെ സംഘാടകരും ഒക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ താരങ്ങളെ സെലക്ട് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ തിരുവനന്തപുരത്ത് പുരോഗമിച്ചത്. എന്തായാലും ഫ്രാഞ്ചൈസികളടക്കം എല്ലാം ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക ലോഞ്ചിങ്ങോടുകൂടി വീണ്ടും തലസ്ഥാനം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ക്രിക്കറ്റ് ആവേശത്തിന് അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ഒരു മാമാങ്കത്തിലേക്ക് കടക്കുകയാണ്. ഫ്രീ പാസ് ആണ്, അതായത് ക്രിക്കറ്റ് കാണാൻ എത്തുന്ന എല്ലാ പ്രേമികൾക്കും ഗ്രീൻഫീൽഡിലേക്ക് പ്രവേശനമുണ്ട് എന്നുള്ളതാണ് KCL അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ എത്തുന്ന എല്ലാവർക്കും സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടന്നുകൊണ്ട് മാച്ചുകൾ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ ആശങ്ക, തലസ്ഥാനത്തടക്കം മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ ഇവിടെയും കളിയിൽ വില്ലനാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും 2-ാം തീയതിയോടുകൂടി കാലാവസ്ഥ തെളിയും. ഒപ്പം തന്നെ ക്രിക്കറ്റിന്റെ കാലാവസ്ഥയും മാറി നിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപൊക്കെ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മാച്ചുകൾ, അത് വേൾഡ് കപ്പ് ആയിക്കോട്ടെ T20 ആയിക്കോട്ടെ ഒക്കെ വരുമ്പോൾ അപ്പോഴൊക്കെ മഴ വില്ലനായി അവിടെ കളിക്കാറുണ്ട്. KCL-നും അത്തരത്തിൽ മഴ വില്ലനാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഔദ്യോഗിക ലോഞ്ചിങ് ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം 2-ാം തീയതിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും KCL ഭയങ്കര ആവേശത്തിലാണ്. ഒപ്പം തന്നെ KCL-യുടെ സംഘാടകരും വളരെ ആവേശത്തിലാണ്. വീണ, രജനി. ശരി ശാലിനി.